ഞാനോട് പറഞ്ഞു 5 മാസത്തെ കുടിശ്ശികയുണ്ട്, പക്ഷെ ആ കുടിശ്ശികയും ഘട്ടമായിട്ട് തീർക്കും. മാസം തോറും കൃത്യമായി ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന പരിപാടി നടക്കുകയാണ്. ഈ മാസത്തെ പെൻഷൻ ഈ അടുത്ത ആഴ്ച വിതരണം ചെയ്യും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് കൊണ്ട് തന്നെ സാർ, ഇതൊരു അടിയന്തര ആവശ്യം എന്ന നിലയിൽ, അടിയന്തര പ്രമേയം എന്ന നിലയിലേക്ക് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല എന്നുള്ളതാണ് അഭിപ്രായം. ഇപ്പോൾ 6 മാസം കുടിശ്ശികയായിരിക്കുന്നത് എന്ന് മാത്രമല്ല, നിങ്ങൾ പാവങ്ങൾക്ക് പെൻഷൻ നൽകാൻ എന്ന പേരിൽ പെട്രോളിനും ഡീസലിനും കേന്ദ്ര സർക്കാർ സെഞ്ചുറിയിൽ എത്തിച്ചതാണ്. അത് 2 രൂപ അതിന് അധികമായി നിങ്ങൾ ഏർപ്പെടുത്തി. അത് പ്രതിസന്ധി രൂക്ഷമാകാൻ മറ്റു വരുമാനങ്ങളൊന്നുമില്ല സാർ. കയർ മേഖല, കശുവണ്ടി മേഖല, കൈത്തറി മേഖല എല്ലാം പ്രതിസന്ധിയിലാണ്. അപ്പൊ അവിടെയാണ് ഈ 6 മാസത്തെ ക്ഷേമ പെൻഷന്റെ കുടിശ്ശികയും കൂടെ വരുന്നത്. ഇനി ഈ പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാ നികുതിയും കൂട്ടി. നമ്മുടെ തോമസ് മാഷിന് 3 പെൻഷൻ കിട്ടും. കോളേജ് പ്രൊഫസറുടെ പെൻഷൻ കിട്ടും, MP പെൻഷൻ കിട്ടും, MLA പെൻഷൻ കിട്ടും.